ാണ് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതിനിടെ 10 കോടി രൂപ ചെലവഴിച്ച് വ്യവസായ മന്ത്രി പി രാജീവും ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരനും ഉൾപ്പെടെ 9 അംഗ സംഘം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നു. ഈ മാസം 20-ന് ആരംഭിക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിന്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് 9 അംഗ സംഘം സ്വിറ്റ്സർലാൻഡിലേക്ക് പോകുന്നത്. സാധാരണക്കാർക്ക് ട്രഷറിയിൽ നിന്ന് 25 ലക്ഷം രൂപയിൽ കൂടുതൽ ലഭിക്കില്ലെന്നിരിക്കെ വിദേശയാത്രയ്ക്കായി അനുവദിച്ചിരിക്കുന്ന തുകയ്ക്ക് ഈ നിയന്ത്രണങ്ങൾ ഒന്നുമില്ല. വകുപ്പുകളോട് ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കുകയും ചെയ്ത ധനവകുപ്പിന്റെ ചുമതലയുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും സംഘത്തിൽ ഉണ്ട്. സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് മറ്റാരുമല്ല, സർക്കാർ തന്നെയാണ്. മാവേലി സ്റ്റോറുകളിൽ സാധനമില്ലാത്തതും ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലാത്തതും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കുടിശ്ശികയായതിനുമെല്ലാം ഒറ്റ കാരണമേ ഉള്ളൂ, പണഞ്ഞെരുക്കം തന്നെ. അതേ സർക്കാർ തന്നെയാണ് മറുവശത്ത് ധൂർത്തും ആഡംബരവും നടത്തുന്നത്. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ദാവോസിൽ നടക്കുന്ന ലോക സാമ്പത്തിക ഫോറത്തിൻ്റെ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കാൻ 9 അംഗ സംഘത്തെ അയക്കാനുള്ള തീരുമാനം. വ്യവസായ മന്ത്രി പി രാജീവ്, ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ, ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലക്, വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി എ മുഹമ്മദ് ഹനീഷ്, KSIDC ചെയർമാൻ സി ബാലഗോപാൽ, KSIDC MD എസ് ഹരികിഷോർ, KSIDC എക്സിക്യൂട്ടീവ് ഡയറക്ടർ എസ് ഹരികൃഷ്ണൻ, വ്യവസായ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഡോക്ടർ KA മണിറാം, KSIDC മാനേജർ പ്രശാന്ത് പ്രതാപ് എന്നിവരാണ് ദാവോസിലേക്ക് പോകുന്നത്. വേൾഡ് ഇക്കണോമിക് ഫോറം ഒരു മിനിസ്റ്ററിയൽ കോൺഫറൻസാണ്. മന്ത്രി പദവി ഉള്ളവർക്ക് അവിടെ സംസാരിക്കാൻ അനുമതിയുള്ളൂവെന്നിരിക്കെ ചീഫ് സെക്രട്ടറി അടക്കം 5 സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ എന്തിനാണ് മന്ത്രിയെ അനുഗമിക്കുന്നതെന്നാണ് ഭരണതലത്തിൽ നിന്ന് തന്നെയുള്ള ചോദ്യം. യാത്രാനുമതി നിലയ്ക്കുള്ള ഉത്തരവ് തന്നെ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. എക്കണോമിക് ഫോറത്തിൽ സംസാരിക്കുന്ന മന്ത്രി പി രാജീവിന് വൈറ്റ് ബാഡ്ജും ഉന്നത ഉദ്യോഗസ്ഥർക്ക് ട്രാൻസ്ലേറ്റർ ബാഡ്ജും എടുക്കണമെന്നാണ് ഉത്തരവിൽ നിർദ്ദേശിക്കുന്നത്. സാമ്പത്തിക ഫോറത്തിൽ ഒരുക്കുന്ന സംസ്ഥാനത്തിന്റെ സ്റ്റാളിലിരുന്ന് കാര്യങ്ങൾ വിശദീകരിക്കാൻ ഇത്രയും ഉദ്യോഗസ്ഥർ പോകണോ എന്നതാണ് ചോദ്യം. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ വ്യവസായ മന്ത്രിയും അദ്ദേഹത്തിന്റെ വകുപ്പ് സെക്രട്ടറി അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോ പോകുന്നതിൽ തെറ്റൊന്നുമില്ല. 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലം മുതൽ സാമ്പത്തിക ഫോറത്തിൽ കേരളത്തിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തന്നെയാണ് ആദ്യം പോയത്. എന്നാൽ അന്നൊന്നും ഇത്രയും വലിയ തുക ചെലവഴിച്ച് ഇത്രയും വിപുലമായ സംഘം കേരളത്തിൽ നിന്ന് പോയിട്ടില്ല. ക്ഷേമാനുകൂല്യങ്ങൾക്കും നിത്യനിദാന ചെലവുകൾക്കും പണമില്ലാത്ത പ്രയാസം നേരിടുന്ന ഘട്ടത്തിലാണ് ഈ യാത്രയും ചെലവും എന്നതാണ് മറ്റൊരു കാര്യം. വകുപ്പുകളുടെ ബജറ്റ് വിഹിതം പകുതിയായി വെട്ടിക്കുറയ്ക്കാനും ചെലവ് ചുരുക്കാനും ധനവകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സർക്കുലറുകളിലൂടെ ഇടയ്ക്കിടെ വകുപ്പുകളെ ഓർമ്മിപ്പിക്കാറുമുണ്ട്. പക്ഷേ സ്വിറ്റ്സർലൻഡ് യാത്രയെ ഇതിൽ നിന്നെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്. ബജറ്റ് നിയന്ത്രണങ്ങളും ട്രഷറി നിയന്ത്രണങ്ങളും ഒന്നും സ്വിറ്റ്സർലൻഡ് യാത്രയ്ക്കുള്ള പണം കൈപ്പറ്റുന്നതിൽ തടസ്സമല്ല. യാത്രയ്ക്കും ഭക്ഷണത്തിനും മറ്റുമായാണ് 10 കോടി രൂപ ചെലവാക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ ഉത്തരവിൽ പറയുന്നത്. ആർ ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ.